ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 7, ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും. ഈ 7ാമത്തെ ദശകത്തിൻ്റെ വൃത്തം ശാർദൂല വിക്രീഡിതം. ഭാഗവതം ദ്വിതീയ സ്കന്ധം 9ാമത്തെ അധ്യായത്തിലെ കഥയാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. ഭഗവാൻ ത്രിഗുണാത്മകവും സ്ഥൂലവുമായ വിരാട് പുരുഷ രൂപം സ്വീകരിച്ചതിന് ശേഷം സത്വം രജസ് എന്ന 2 ഗുണം മാത്രമുള്ള സൂക്ഷ്മമായ ബ്രഹ്മാവിൻ്റെ സ്വരൂപം സ്വീകരിച്ചു എന്ന് പറയാണ് 1ാമത്തെ ശ്ലോകത്തിൽ. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുന തസ്യോർദ്ധം ഖലു സത്യലോകനിലയേ ജാതോസി ദാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖിലത്രൈലോക്യജീവാത്മകം യോ ബോധസ്പീതരജോ വികാര വികസന്നാനാസൃക്ഷാരസ. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാതഃ പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതഃ അസി ജാതോസി ദാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭം അഖില ത്രൈലോക്യ ജീവാത്മകം യഹ ഭൂത് യോ ഭൂത് സ്പീത രജോ വികാര വികസൻ നാനാ സൃക്ഷാരസ. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുന തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ദാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖിലത്രൈലോക്യ ജീവാത്മകം യോ ബോധസ്പീതരജോ വികാര വികസന്നാനാസൃക്ഷാരസ. ദേവാ അല്ലയോ ദേവ, ഏവം ഇപ്രകാരം ചതുർദശാത്മക ജഗത് രൂപേണ 14 ലോകങ്ങളുടെ രൂപത്തിൽ ജാതഃ പ്രത്യക്ഷപ്പെട്ട ത്വം ഇന്ദിരുവഴി പുനഃ വീണ്ടും സ്വയം തസ്യ ഊർധ്വം സ്വേച്ഛയാൽ അതിൻ്റെ മുകളിൽ ഊർധ്വം ഖലു സത്യലോകനിലയെ സത്യലോകസ്ഥാനത്ത് ദാതാ ബ്രഹ്മാവായിട്ട് ജാതഃ സൃഷ്ടികർത്താവായിട്ട് അസി പ്രത്യക്ഷപ്പെട്ടു. യം അഖില ത്രൈലോക്യ ജീവാത്മകം ആ ബ്രഹ്മാവിനെ 3 ലോകവും ചേർന്ന വിരാട് പുരുഷന്റെ ജീവാത്മാവായ ഹിരണ്യഗർഭം ശംസന്തി ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. യഹ ആ ഹിരണ്യഗർഭൻ സ്പീതരജോ വികാര രജോ ഗുണം വർദ്ധിച്ച് വികസൻ നാനാസൃക്ഷാരസ പലതരം സൃഷ്ടി നടത്തുവാൻ ആഗ്രഹമുള്ളവനായിട്ട് അഭൂത് ഭവിച്ചു. ദേവ ഇപ്രകാരം 14 ലോകങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട നിന്തിരുവടി വീണ്ടും സ്വേച്ഛയാൽ അതിൻ്റെ മുകളിൽ തന്നെ സത്യലോകസ്ഥാനത്ത് ബ്രഹ്മാവായി സൃഷ്ടികർത്താവായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ആ ബ്രഹ്മാവിനെ 3 ലോകവും ചേർന്ന വിരാട് പുരുഷന്റെ ജീവാത്മാവായ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. ആ ഹിരണ്യഗർഭൻ രജോഗുണം വർദ്ധിച്ച് പലതരം സൃഷ്ടി നടത്തുവാൻ ആഗ്രഹമുള്ളവനായിട്ട് ഭവിച്ചു. ദേവ എന്ന സംബോധനയ്ക്ക് സത്വം രജസ് തമസ് എന്ന 3 ഗുണങ്ങളുള്ള വിരാട് പുരുഷനായും സത്വം രജസ് എന്ന 2 ഗുണങ്ങളുള്ള ബ്രഹ്മാവായും സത്വഗുണം മാത്രമായ വൈകുണ്ഠമൂർത്തിയായും നിർഗുണ ബ്രഹ്മമായും ക്രീഡിക്കുന്ന ഭഗവാനെ എന്നാണ് അർത്ഥം. ദ്യു എന്ന ധാതുവിന് ക്രീഡ എന്നർത്ഥം. നമ്മുടെ ശരീരത്തിലെ ജീവന്റെ സ്ഥിതി ശിരസിലാണല്ലോ. അതുപോലെ വിരാട് പുരുഷന്റെ ജീവസ്ഥാനം വഹിക്കുന്ന ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നത് വിരാട് സ്വരൂപത്തിൽ ശിരസ്ഥാനം വഹിക്കുന്ന സത്യലോകത്തിലാണ്. എല്ലാ ജീവജാലങ്ങളുടെയും അഖണ്ഡ സമഷ്ടി രൂപനാണ് ബ്രഹ്മാവ്. 14 ലോകങ്ങളെ തന്നെയാണ് ത്രൈലോക്യം എന്ന് പറയുന്നത്. കീഴിലുള്ള 7 ലോകവും പാതാളം, മുകളിലുള്ള 6 ലോകവും സ്വർഗം, നടുവിലുള്ള ലോകം ഭൂമി. ഇങ്ങനെയാണ് ത്രൈലോക്യ വിഭാഗം. സത്വഗുണം വർദ്ധിച്ചാൽ ജ്ഞാനം വർദ്ധിക്കും, രജോ ഗുണം വർദ്ധിച്ചാൽ സൃഷ്ടിവാസന കൂടും, തമോ ഗുണം അജ്ഞാന സ്വരൂപമാണ്. രജോ ഗുണ പ്രാധാന്യം ബ്രഹ്മാവിനെ സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഹംസവാഹനം, 4 മുഖം, പൊന്നിൻ നിറം, വെളുത്ത വസ്ത്രം, തൂങ്ങിയ കാത്, നീണ്ട മീശ, സൗമ്യഭാവം, 4 കൈ, വീർത്ത വയറ്, ഉത്തരീയം, പൂണൂല്, യോഗാസനം, ജടാമകുടം, ചുവന്ന കണ്ണ്, കൈകളിൽ വരമുദ്രയും ജപമാലാ കമണ്ഡലുകളും ശ്രുവവും ഗ്രന്ഥവും. ഇങ്ങനെയെല്ലാമാണ് ബ്രഹ്മാവിൻ്റെ സ്വരൂപമെന്ന് ശില്പശാസ്ത്രത്തിൽ പറയുന്നു. ഈ രൂപത്തിലാണ്
ബ്രഹ്മാവിനെ ധ്യാനിക്കേണ്ടത്. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനഃ തസ്യോർദ്ധം ഖലു സത്യലോകനിലയേ ജാതോസി ദാധാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖിലത്രൈലോക്യജീവാത്മകം യോഗോസ്പീതരജോ വികാരവികസന്നാനാഭിസൃച്ഛാരസ ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ദാധാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖിലത്രൈലോക്യജീവാത്മകം യോഗോസ്പീതരജോ വികാരവികസന്നാനാഭിസൃച്ഛാരസ ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ദാധാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖിലത്രൈലോക്യജീവാത്മകം യോഗോദുസ്പീതരജോ വികാരവികസന്നാനാഭിസൃച്ഛാരസ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.